കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ വിദേശ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളും പിതാവിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകൻ അമിത് തിവാരി CJP രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ നിയമസാധുതയും പരിശോധിക്കണമെന്നും ആവശ്യം. അതേസമയം അധികാരികളുടെ ഉറക്കം കെടുത്തിയ യുവജന മുന്നേറ്റത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തടയിടാനുള്ള തന്ത്രങ്ങൾ പാളുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധക്കാർക്കെതിരായ കേസുകളിൽ നിയമസഹായം നൽകുന്നതിനായി മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ 1 കോടി രൂപയുടെ നിയമപ്രതിരോധ ഫണ്ട് പ്രഖ്യാപിച്ചിരുന്നു. तो हम लोग कपिल जी के साथ कांस्टेंट टच में थे एंड लीगल गाइडेंस हम लोगों ने मांगा था. हमारी आशंका थी ये प्रोटेस्ट का जो माहौल है वो थोड़ा गिर जाए, इंडिविजुअल लेवल पे लोगों को टारगेट करना शुरू करे. ഈ ഫണ്ടിന്റെ വിനിയോഗം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകൻ അമിത് തിവാരി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും കത്തയച്ചു. जैसे कि मैंने अलग अलग जगह पे 3 अलग अलग जगह पे शिकायत की है. जैसे कि CJP के विरुद्ध में एक ECI में कंप्लेन की है और कपिल सिब्बल साहब ने जो 1 करोड़ का फंड दिया है उसके विरुद्ध में मैंने രജിസ്റ്റർ ചെയ്യാത്ത പ്രസ്ഥാനമായ CJP രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണെന്നും തിവാരി ചൂണ്ടിക്കാട്ടി. രജിസ്ട്രേഷനില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഫണ്ട് സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. NET ചോദ്യപേപ്പർ ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിഷേധക്കാർക്ക് നിയമസഹായം നൽകാനാണ് 1 കോടി രൂപയുടെ ഫണ്ട് പ്രഖ്യാപിച്ചതെന്ന് കപിൽ സിബൽ നേരത്തെ അറിയിച്ചിരുന്നു. अपनी ओर से 1 करोड़ रुपया दूंगा. जहां जहां भी पीसफुल प्रोटेस्ट के खिलाफ गलत मुकदमे करे जाएंगे तो हम उनके लिए खड़े, हमारे वकील उनके लिए खड़े होंगे. വിദേശ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളും പിതാവിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണമെന്നാണ് ആവശ്യങ്ങൾ ഉയർന്നിരിക്കുന്നത്. അതേസമയം വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണത്തെ അമിത്ഷായുടെ പരാജയമെന്നാണ് അഭിജിത്ത് ദീപ്കെ പരിഹസിച്ചത്. फंडिंग मिल रही है, हमें विदेश से कंट्रोल किया जा रहा है, तो ये तो अमित शाह जी का फेलियर है. फिर अमित शाह जी को भी रिजाइन देना चाहिए. അധികാരികളുടെ ഉറക്കം കെടുത്തിയ യുവജന മുന്നേറ്റത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നേരിടാനുള്ള തന്ത്രങ്ങളും പാളുകയാണ്. പരാതിയിലെ ആവശ്യങ്ങളിൽ നടന്ന അന്വേഷണത്തിൽ ഇതുവരെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ക്രമക്കേട് നടന്നതായി ഔദ്യോഗികമായി കണ്ടെത്തിയിട്ടില്ല. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.